വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മുടെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്. നമുക്ക് തലേദിവസം ഒരുപാട് ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ശരിക്കും എല്ലാ കല്യാണങ്ങളും പോലെ ഇന്ന് നമുക്ക് കല്യാണത്തലേന്നായിട്ട് നമ്മളിന്ന് കൊണ്ടാടാൻ പോവാണ്. നമുക്ക് നാളെയും മറ്റന്നാളും ഒക്കെ ചടങ്ങുകളായിരിക്കും. നാളെ അയിന്യൂണ് എന്ന് പറഞ്ഞ ചടങ്ങാണ്, തലേദിവസം, കല്യാണത്തിൻ്റെ തലേദിവസം. അപ്പോൾ അതുകൊണ്ട് തിരക്കായിരിക്കും. അപ്പം ഇന്നാണ് കല്യാണ തലേന്ന് എന്ന് ശരിക്കും പറയാനുള്ള ദിവസം. അപ്പം ഇന്നും ഭയങ്കര തിരക്കാണ്, ഒരുപാട് പേര് വരാനൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് മെഹന്തി ഇടാനായിട്ടുള്ള ദിവസമാണ്. മെഹന്തി ഇടാനുള്ള ചേച്ചി വരും കുറച്ച് കഴിയുമ്പം. അങ്ങനെ നമ്മളിപ്പോൾ രാവിലെ പോയി അമ്പലത്തിലൊക്കെ പോയി റെഡിയായിട്ട് ഇരിക്കുകയാണ്. ഇപ്പം ഭയങ്കര തിരക്കുകൾ നടന്നുകൊണ്ടിരിക്കുക. അവിടെ മറ്റേ പന്തലിടുന്നതിൻ്റെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ തിരക്ക് ബഹളമാണ്. അമ്മു ആണെങ്കിൽ ട്രിപ്പ് പോയിട്ട് ഇന്ന് വെളുപ്പിന് എത്തിയുള്ളൂ. സ്കൂളിൽ നിന്ന് ട്രിപ്പായിരുന്നു. ട്രിപ്പ് കഴിഞ്ഞ് അവളിത് ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ. നമുക്ക് എല്ലാവരും പോയിട്ടൊന്ന് കാണാം. ബാ. ഹായ് അമ്മു, ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായി? അടിപൊളിയായിരുന്നു ഗൈസ്. ടാൻ അടിച്ച് വല്ലാണ്ടായാണ് കൊച്ചു പന്ത് കയറിയത്. നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകണ്ടേ? അമ്മു ഇന്നാ ഗൈസ് ബ്യൂട്ടി പാർലറിലൊക്കെ പോകാൻ പോണേ. എക്സൈറ്റഡ് ആണോ? നാളെ അയിന്യൂണാണ്. ആർ യു എക്സൈറ്റഡ്? എത്തോരം എക്സൈറ്റഡാ? ആണോ? ബാ, നമുക്ക് എല്ലാവരെയും കാണിച്ചിട്ട് വരാം. കമോൺ. മുത്തശ്ശനും ഇവിടെ ഉണ്ട്. മുത്തശ്ശന് ഒരാഴ്ച മുമ്പേ വന്നു. അവരിവിടെ ഉണ്ട്. നമുക്ക് നോക്കാം എവിടെയാണെന്ന്. ഹായ് 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 ഗൈസ്, അമ്മ റെഡി ആയിട്ട് പൊക്കോണ്ടിരിക്കുക. എവിടെ പോവാ? ഷീറ്റൊക്കെ ദേ ഇത്രയൊക്കെ ഇട്ടിട്ടുള്ളൂ. ഇനിയും പണി ബാക്കിയുണ്ട്. അവിടെ സ്റ്റേജൊക്കെ കെട്ടാനുണ്ട്. അങ്ങനെയൊക്കെ പണിയൊക്കെ ഇത്രയൊക്കെ ആയിരിക്കുക. ഇപ്പം ആ ചേട്ടന്മാർ വരും സെറ്റ് ചെയ്യാൻ. അച്ഛൻ പൂജയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. ഹായ്. അമ്മു പുഡിങ്, ഇഡ്ഡലിയും സാമ്പാറും ചട്നി. നമുക്ക് ഇഡ്ഡലി കഴിക്കാം ഗൈസ്. ഹായ്. 3 days നമ്മളിപ്പോൾ ഉള്ളത് നാലേട്ടിലാണ്. ഇവിടെ വെച്ചിട്ടാണ് നാളെ അയിന്യൂണ് നടക്കണേ. ഞാൻ അയിന്യൂണിന് നടക്കുന്ന സ്ഥലം കാണിച്ചു തരാം. ക്ലീനിങ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഓരോന്നായിട്ടൊക്കെ സൈഡിൽ നിന്നൊക്കെ മാറ്റി ഫുൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അവിടെ ചെറിയൊരു പന്തൽ പോലെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ പരിപാടികളൊക്കെ നടക്കുന്നു. അവിടെ ലൈറ്റിൻ്റെ ആൾക്കാർ വന്നിട്ട് ലൈറ്റ് പരിപാടിയൊക്കെ നടക്കുന്നു. ഇങ്ങനെ ഓരോന്നായിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും മൈലാഞ്ചൊക്കെ ഇട്ടു. 2 കയ്യിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഉണങ്ങി. അപ്പം അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു മറ്റേ കരയാമ്പൂ പാനിലിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് പിടിക്കണം. സോ അതവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് പോയിട്ട് നോക്കാം. സതു ചേച്ചി കൈ കാണിച്ച സതുണ്ട്. ഗൈസ്, അപ്പം മൈലാഞ്ചിടലൊക്കെ കഴിഞ്ഞു. 2 കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ടു. ഇനിയിപ്പം ഫുഡൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞു.
എല്ലാവരും ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ പോയിട്ട് റെസ്റ്റ് എടുക്കുക. ഫുൾ റെസ്റ്റിംഗ് പരിപാടിയിലാണ്. മാളു വന്നിട്ടുണ്ട്. പിന്നെ എന്താ, ഇനിയിപ്പം മാളും അമ്മു ട്രിപ്പ് പോയത് കാരണം അവൾ ബ്യൂട്ടി പാർലറിലൊന്നും പോയിട്ടുണ്ടായില്ല. അപ്പോൾ അവളിപ്പോൾ ക്ലീനപ്പ് ചെയ്യാൻ പോവാം. അപ്പോൾ മാളുവിനും എന്തൊക്കെ വാങ്ങിക്കണമെന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി കടയിൽ പോകാൻ പോവാം. നമ്മൾ വീട്ടിൽ തന്നെ. അങ്ങനെ ഇന്നത്തെ ദിവസം എഴുതാണ്ടൊക്കെ തീരാറായി, വൈകുന്നേരമായി. ഇനിയിപ്പോൾ തിരക്കാവും. ഇനിയിപ്പോൾ നമുക്ക് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്യണം. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പം അവിടെ ഒരുമാതിരി രാവിലെ കണ്ടതിനേക്കാളും ഒരുമാതിരി മറ്റേ പന്തലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പം അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇനിയിപ്പം സ്റ്റേജ് കെട്ടാനുണ്ട്. സ്റ്റേജ് കെട്ടിയിട്ടില്ല. നമുക്ക് ഡാൻസൊക്കെ കളിക്കുന്ന സ്റ്റേജ് വേണമത്. സ്റ്റേജ് കെട്ടിയിട്ടില്ല. ബാക്കിയൊക്കെ കഴിഞ്ഞു. ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞു. നമുക്കപ്പോൾ താഴെ പോയിട്ട് നോക്കാം എന്തൊക്കെയാണ് പരിപാടി. ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല ഗൈസ്. നമുക്ക് പുറത്തു പോയി നോക്കാം. ഗൈസ്, അമ്മ ബ്യൂട്ടീഷ്യന് പോണു. ആണോ? ദേ ഹായ് 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 കൊടുക്ക്. ഇവര് ബ്യൂട്ടീഷ്യന് പോണു. സാധനങ്ങളൊക്കെ മേടിക്കാൻ പോണു എല്ലാരും കൂടി. എടാ ടാറ്റാ. ഗൈസ്, നമ്മൾ കരിക്കും വെള്ളം കുടിക്കുക. കരിക്കും വെള്ളവും കാമ്പും കൂടി മിക്സിയിലടിച്ചത്. വെരി പ്രോട്ടീൻ. ആഡഡ് ഷുഗർ ഒന്നുമില്ല ഗൈസ്, നോർമലാണ്. കുറേ നാളായിട്ട് ഡയറ്റൊക്കെ ആയിട്ട് ഷുഗർ തീരെ കഴിക്കാതിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് മധുരം കഴിച്ചപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നൈസാണ്. അവരിപ്പം പറവൂർ പോയേക്കാം. എന്നുവെച്ചാൽ മാളൂന് എന്തോ മാലയോ മറ്റോ വാങ്ങിക്കണം, അമ്മൂന് ക്ലീനപ്പ് ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം പിള്ളേരുടെ സെറ്റ് എല്ലാവരും കൂടി പോയേക്കാം. ഇവിടെ ഇപ്പം മാധവ് മാത്രമേ ഉള്ളൂ. അവൻ ഷട്ടിൽ ബാറ്റ് കളിക്കുക. അപ്പം അത്രേ ഉള്ളൂ. നമ്മൾ ഇനിയിപ്പം അവർ എന്നവരെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ എനിക്ക് മൈലാഞ്ചി കഴിക്കണം. ശരിക്കും ഉണങ്ങി. അപ്പം ഇതിനി ചുരണ്ടി കളയണം. അപ്പം അതൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ വരും, വന്ന് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. അത് ഇതുവരെ ചെയ്തിട്ടില്ല. ഇവർ പോയപ്പം അത് നടന്നിട്ടില്ല. ഇനിയിപ്പോൾ അത് ചെയ്യണം. ഒക്കെ തന്നെയുള്ളൂ. പന്തൽ പണി എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം സ്റ്റേജ് ശരിയാക്കാനുണ്ട്. അത് ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് രാത്രിയിലത്തേക്ക് അത് റെഡിയാക്കി തരും എന്നാണ് പ്രതീക്ഷ. അപ്പം നമുക്കിത് കുടിക്കാം. ഗൈസ്, നമ്മൾ മൈലാഞ്ചി കഴുകി കളഞ്ഞു. കുറച്ചുകൂടി പോകാനുണ്ട്. ഇന്നലെ കഴുകി. ഇപ്പം അത്യാവശ്യം കളർ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു. അത്യാവശ്യം കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ മൈലാഞ്ചി എന്നുള്ളൊരു പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് നേരം മാധവൻ്റെ കൂടെ പോയി കളിക്കാമെന്ന് വെച്ചാൽ അവൻ ഒറ്റയ്ക്ക് കളിക്കുക. പാവം പിള്ളേരാരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം പോയി കളിച്ചിട്ട് വരാം. എല്ലാവരും കളിയാക്കും, കല്യാണം അതാളെ എന്നും പറഞ്ഞിട്ട്. എന്നാലും നമുക്ക് കല്യാണം കഴിഞ്ഞാലും കുട്ടികളി മാറേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാനപ്പോൾ പോയി കളിച്ചിട്ട് വരാം. ഗൈസ്, പന്തലിങ്ങനെയാണ് വരണേ. ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ലൈറ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ആർച്ച് ലൈറ്റൊക്കെ കൊണ്ടവർ വരും എന്നാണ് പറഞ്ഞത്. അതുകൂടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇപ്പോഴത്തെ റൂമിൽ നാളത്തേക്ക് ഉള്ള സാരിയുടെ പ്രിപ്പറേഷൻസിലാണ്. പ്ലീറ്റൊക്കെ എടുത്ത് വെക്കാം. നമുക്ക് നോക്കാം.
ഗൈസ് അമ്മൂൻ്റെ റൂമിൻ്റെ ബാക്ക് കണ്ടോ ഗൈസ്? അമ്മും പാർട്ടികളും കൂടി പുറത്തു പോയിട്ട് വന്നപ്പം വന്നതിന് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വേഗം മേക്കപ്പൊക്കെ ചെയ്ത് നിന്നോ, ഫോട്ടോഗ്രാഫർ വരും എന്നൊക്കെ. ഞാനത് കേട്ട് ഞാൻ കുറച്ചൊക്കെ ഒരുങ്ങിയപ്പോൾ അവർ താഴെ വന്നു. ഞാൻ താഴത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പം എന്നെ റൂമിലോട്ടാക്കി പൂട്ടിയിട്ടിട്ട് പോയി. സംതിങ് ഫിഷി. എന്താ അവിടെ താഴെ നടക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. റൂം ലോക്ക്ഡൗൺ, എനിക്കിറങ്ങാൻ പറ്റില്ല. എന്തോ സംതിങ് ഉണ്ട്. നമുക്ക് നോക്കാം. ശരിയാക്കണം. ദൂരം പണിയുണ്ട് നോക്കി. ഇന്നത്തെ പണിയുടെ നേരം പരിപാടി തല കുത്തി തരാം. സമയം കൊണ്ട് തലമുടി കിട്ടാൻ മനസ്സിലായി. നിനക്കുള്ള മതി കേട്ടോ. കോല് മാത്രം ഷൂട്ട് ചെയ്യുന്നത് ചാതു സ്വന്തമായിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. കാണിച്ചേ കാണാ. ഹായ് ചേച്ചിയുടെ എവിടെ? ഗൈസ് ഇവിടെ മൈലാഞ്ചിടലാണ്. ലച്ചു ഹായ്. സതു നോക്കിയിട്ടൊക്കെ ഒരു ഹായ് ഇതാ. ഇവിടെ ഒരാൾ സാധൂരിട്ട് കൊടുത്തോണ്ടിരിക്കും. മാൾ ചേച്ചി കഴിവ് മൊത്തം വെളിയിലെടുക്കുവോ? ഓക്കെ, അതാണോ റെഫറൻസ്? ഹായ് അമ്മേ. ഗൈസ് ഒരാൾ കാര്യമായിട്ട് കൊള്ളാല്ലേ, ഇതിൽ കൂടെ കാണുമ്പോൾ ഒരു സുഖമുണ്ട്. എൻ്റെ മാളു ഇട്ട് തന്നോണ്ടിരിക്കുക. എനിക്ക് എപ്പോഴും മൈലാഞ്ചിരിയില്ല. മാളു ദ ആർട്ടിസ്റ്റ് കാര്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്. യൂതിട്ടിട്ട് എനിക്ക് നീറുന്നു. ഗൈസ്
എൻ്റെ ഫേക്ക് നെയിൽസ് വെച്ചോണ്ടിരിക്കുകയാണ്. എന്താ എൻ്റെ മാറിന്ന് അറിയാൻ പാടില്ലാത്തൊരു സംഭവമില്ല എന്നാണ് പറയുന്നത്. ഇവന്റ് മാനേജ്മെന്റ് തോന്നുന്നു. ബൈ ഗായ്സ്, നമ്മൾ ഇന്നത്തെ വ്ലോഗ് കൂടെ അവസാനിപ്പിക്കാം. ബൈ ബൈ. ഞങ്ങൾ ബൈ ഗായ്സ്, നാളെ കാണാം. ഗുഡ് നൈറ്റ്.